ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നാച്ചുറൽ ലോക്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ കൃഷിക്ക് ആവശ്യമായ മണ്ണ് എങ്ങനെ റെഡിയാക്കുക എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പോൾ നമ്മളിൽ പലരും ഗ്രോ ബാഗിലും ചെടിച്ചട്ടിയിലൊക്കെ കൃഷി ചെയ്യുന്നവരാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, മണ്ണിൽ എന്തൊക്കെ ചേർക്കണം, എന്തൊക്കെ വളങ്ങൾ യൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ള എൻ്റെ ഒരു ഫുൾ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളെല്ലാവരും കൃഷി ചെയ്യുന്നവരാണ്. കൃഷി ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നല്ല വളവും നല്ല വിത്തൊക്കെ ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത്. എന്തൊക്കെ ചെയ്താലും നമുക്ക് ഉദ്ദേശിക്കുന്ന ഇത്ര വിളവ് കിട്ടാറില്ല. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ ശരിയായ രീതിയിൽ മണ്ണൊരുക്കാത്തതുകൊണ്ടാണ്. നമ്മൾ നല്ല വളം കൊടുത്താലും നല്ല വിത്തിട്ടാലും ശരിയായ രീതിയിൽ മണ്ണ് ഒരുക്കിയില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വിളവ് കിട്ടത്തില്ല. അതുപോലെ നമ്മുടെ ചെടികളൊക്കെ മുരടിച്ചും പോകും. നമ്മൾ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള മണ്ണ് എപ്പോഴെടുത്താലും അതിൽ ഇഷ്ടംപോലെ കല്ല് കാണും, അതുപോലെ ചെറിയ ചെറിയ കട്ടകൾ കാണും. അതെല്ലാം പറക്കി മാക്സിമം നമുക്ക് എത്രത്തോളം കല്ല് കളഞ്ഞിട്ട് പൊടിമണ്ണാക്കാൻ പറ്റുമോ അത്രത്തോളം നന്നായിട്ട് പൊടിമണ്ണാക്കണം. നിങ്ങൾ കൈകൊണ്ട് വാരി ബുദ്ധിമുട്ടണമെന്നില്ല. നിങ്ങളൊരു അരിപ്പ വാങ്ങിച്ചിട്ട് അരിച്ചെടുത്താലും മതി. ഞാനിവിടെ കൈ കൊണ്ടാണ് മാക്സിമം കല്ലുകളെല്ലാം പറക്കി മാറ്റുന്നത്. ഞാൻ മണ്ണെടുക്കുന്ന സ്ഥലത്ത് നിന്ന് നല്ലവണ്ണം കല്ലെല്ലാം പറക്കി മാറ്റിയിട്ടാണ് ഇവിടെ കൊണ്ടിട്ടേക്കുന്നത്. കല്ലും മണ്ണ് മാറ്റാതെ ചെടികൾ നട്ടാനുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മണ്ണ് കട്ട പിടിക്കും. അതുപോലെ തന്നെ വേരോട്ടം കുറയും. വേരോട്ടം കുറഞ്ഞ് നമ്മുടെ ചെടികൾ വെള്ളവും വളവും വലിച്ചെടുക്കാതെ പെട്ടെന്ന് മുരടിച്ചു പോകും. ഞാനിപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള മണ്ണ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം മണ്ണിലെ പുളിപ്പ് മാറ്റലാണ്. പുളിപ്പ് മാറ്റലെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അസിഡിറ്റി ഉണ്ടല്ലോ, അത് ഒഴിവാക്കലാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലുള്ള മണ്ണിനും ഈ ഒരു പ്രശ്നമുണ്ട്. ഇത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നുകിൽ ഡോളോമേറ്റ് അല്ലെങ്കിൽ കുമ്മായ. ഞാനിവിടെ ഉപയോഗിക്കുന്ന കുമ്മായാണ് കേട്ടോ. കുമ്മായ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറഞ്ഞതൊരു 12-15 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ നമ്മളതിൽ ചെടികൾ നടാവൂ. പിന്നെ നിങ്ങൾക്ക് ഡോളോമേറ്റ് കിട്ടുന്നവർക്ക് ഡോളോമേറ്റ് ഇടാം. ഡോളോമേറ്റ് ആകുമ്പോഴത്തേക്കും ഒരാഴ്ചയ്ക്കകത്ത് തന്നെ നിങ്ങൾക്ക് കൃഷി ചെയ്ത് തുടങ്ങാം. ഒരാഴ്ചയോ ഒരു 4-5 ദിവസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കൃഷി ചെയ്ത് തുടങ്ങാവുന്നതാണ്. നമുക്കിനി ഇട്ട് കൊടുത്ത കുമ്മായ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മണ്ണിൽ എല്ലായിടത്തും കുമ്മായ എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ മിക്സിങ്ങൊക്കെ നല്ലോണം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യം കുറച്ച് വെള്ളം നനയ്ക്കലാണ്. മണ്ണിൽ നല്ലോണം ഒന്ന് നനച്ചു കൊടുക്കാം. അടുത്തിന് ചെയ്യാനുള്ളത് ഈ മണ്ണിനെ നമുക്ക് നന്നായിട്ടൊന്ന് മൂടിയിടാം. ഒരു 7 ദിവസത്തേക്ക് ഇതിങ്ങനെ തന്നെ കിടക്കട്ടെ. കുറച്ച് തണലൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ മണ്ണ് മൂടിയിടുന്നത്. അതുപോലെ തന്നെ കുറച്ച് ഈ ഓലയൊക്കെ വെച്ചിട്ടൊന്ന് തണൽ കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ മണ്ണ് റെഡിയാക്കാനായിട്ട് ഇതിപ്പോൾ 7 ദിവസമായിട്ടോ. ഇതിലിനി കുറച്ച് പരിപാടിയും കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. മണ്ണ് നമുക്ക് ഒരു വട്ടം കൂടി മിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 7 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതെല്ലാം മാറ്റി ഇത് പുറത്തെടുത്തത്. അപ്പോൾ ഏതെങ്കിലും സൈഡിൽ കുമ്മായം ആകാതെ കിടക്കുകയോ അല്ലെങ്കിൽ കൂടുതലായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നമുക്ക് പഴയതുപോലെ തന്നെ ഒന്നുകൂടെ ഒന്ന് വെള്ളം കൂടി നനച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മണ്ണ് ഒന്നുകൂടെ ഒന്ന് മൂടിയിടാം. അപ്പോൾ ഇനി നമുക്കിത് എടുക്കുന്നത് 15 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മണ്ണ് റെഡിയാവും. അതിലിനി വളം ചേർക്കാനുള്ള ടൈമാണ് 15 ദിവസം കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ നമ്മുടെ മണ്ണ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ 15 ദിവസം കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ നമ്മുടെ മണ്ണിൻ്റെ പുളിപ്പൊക്കെ പോയിട്ട് pH ഒക്കെ ഏകദേശം ഓക്കെ ആയി കാണും. ഇത് നമ്മുടെ മണ്ണിലേക്ക് ഇടാൻ കൊണ്ടുവച്ചിരിക്കുന്ന കോഴിവളമാണ് കേട്ടോ. ഇത് ഏകദേശം ഒരു അരച്ചാക്കുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ മണ്ണിലേക്ക് കോഴിവളം തന്നെ ഇടാം. ചെടികൾക്ക് ആവശ്യമായ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം ഒക്കെ ധാരാളം ഉള്ളതുകൊണ്ടാണ് കേട്ടോ കോഴിവളം എല്ലാവരും കൃഷിയിൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എല്ലായിടത്തും കൃഷിയുടെ സമയമായതുകൊണ്ട് കോഴിവളം കിട്ടാനില്ലായിരുന്നു കേട്ടോ. ഞാനൊരു ചാക്ക് ഇടാനാണ് പ്രതീക്ഷിച്ചത്. എനിക്ക് അരച്ചാക്കേ കിട്ടിയുള്ളൂ. അടുത്ത് നമ്മൾ മണ്ണിലേക്ക് ഇടുന്നത് ഏകദേശം ഒരു 3/4 ചാക്ക് ചാണകപ്പൊടിയാണ് കേട്ടോ. അത് ഉണക്ക ചാണകപ്പൊടിയാണ്. നമ്മുടെ വീട്ടിൽ പശു ഉള്ളതുകൊണ്ട് തന്നെ ചാണകപ്പൊടിക്ക് വേറെ ഇടം പോകേണ്ടി വന്നില്ല. അപ്പോൾ നമുക്ക് ചാണകപ്പൊടി കൂടെ മണ്ണിലേക്കൊന്നിടാം. അടുത്ത് ഞാൻ ഇടുന്നത് കമ്പോസ്റ്റാണ് കേട്ടോ. ഇത് ഞാൻ തന്നെ ഇവിടെ ഉണ്ടാക്കിയ കമ്പോസ്റ്റാണ്. അതായത് നമ്മുടെ പഴയ പുല്ലും ചവറും അതെല്ലാം കൂടി ഇട്ടിട്ട് കരിയിലയും എല്ലാം കൂടി ഇട്ടിട്ടുണ്ടാക്കിയ ഈ വെളുത്ത നിറത്തിൽ നാര് പോലെ കാണുന്നത് പുല്ലിൻ്റെയൊക്കെ വിത്ത് വീണ് പൊടിക്കുന്നതാണ് കേട്ടോ. ഒത്തിരി ഐറ്റം പുല്ലുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വിത്ത് കിടന്ന് പൊടിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ കമ്പോസ്റ്റ് കൂടെ നമ്മുടെ മണ്ണിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കൃഷി ചെയ്യാൻ ആവശ്യമായ മണ്ണിലേക്കായ എല്ലാ വളങ്ങളും ആയിട്ടുണ്ട് കേട്ടോ. ഇതിൽ നിങ്ങൾക്കിനി നമ്മുടെ ചാമ്പലുണ്ടല്ലോ, ചാരം, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതുപോലെ എല്ലുപൊടി, വേപ്പും പുണ്ണാക്ക്, അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് കിട്ടുന്ന എന്ത് വളം വേണോ ഇതിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ മണ്ണിൽ ഇത് മാത്രമേ മിക്സ് ചെയ്യുന്നുള്ളൂ. നമ്മൾ നടുന്ന ടൈമിൽ ബാക്കിയുള്ള വളങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും. ഇപ്പം നിലവിൽ മണ്ണിൽ ഇത് മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ മണ്ണിൽ വളത്തിനോടൊപ്പം തന്നെ ചകിരിച്ചോറൊക്കെ മിക്സ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ. മണ്ണിൽ ഈർപ്പം നിലനിർത്താനും വേരോട്ടത്തിനൊക്കെ ചകിരിച്ചോറ് നല്ലതാണ്. അങ്ങനെ ഞാനിവിടെ മണ്ണ് 2 വട്ടമാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്. ഇതിപ്പോൾ 1 വട്ടം മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി 1 വട്ടം കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. കാരണം എങ്കിൽ മാത്രമേ നല്ലവണ്ണം എല്ലായിടത്തും മണ്ണിൽ വളം എത്തത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 1 വട്ടം കൂടി ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്കും പറ്റുവാണെങ്കിൽ 2 വട്ടമൊക്കെ മിക്സ് ചെയ്തെടുക്കുന്നെങ്കിൽ വളരെ നല്ലതായിരിക്കും. അങ്ങനെ നമ്മുടെ മിക്സിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കൃഷിക്ക് ആവശ്യമായിട്ടുള്ള അടിപൊളി മണ്ണ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. കാരണം അടിവളമായിട്ട് ഇനി നമ്മൾ പ്രത്യേകിച്ചൊന്നും കൊടുക്കേണ്ടതായിട്ടില്ല. നിങ്ങൾക്കിനി എന്തെങ്കിലും വളം നിങ്ങൾക്ക് കൊടുക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ മാത്രം എല്ലുപൊടിയോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കൃഷി ചെയ്യുന്ന എല്ലാവർക്കും ഈ വീഡിയോ വളരെ യൂസ്ഫുള്ളായിരിക്കും.
പിന്നെ ഗ്രോ ബാഗിലും ചെടിച്ചട്ടിയിലൊക്കെ മണ്ണ് നിറയ്ക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ വളങ്ങൾ യൂസ് ചെയ്യണം, മണ്ണ് എങ്ങനെ നിറയ്ക്കണം എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഫുൾ വീഡിയോ ഞാൻ ഉടനെ ചാനൽ ചെയ്യുന്നതായിരിക്കും. മണ്ണിൽ വളമിട്ട് കഴിഞ്ഞ് ഒരു 2-3 ദിവസം അങ്ങനെ ഇട്ടയ്ക്കാറുണ്ട് പതിവ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെടിച്ചട്ടിയിലും ഗ്രോ ബാഗിലൊക്കെ എന്തെങ്കിലുമൊക്കെ നടുന്നത്. ഇതുപോലുള്ള കൂടുതൽ യൂസ്ഫുൾ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.